ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താ ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ. ഇതാ അവിടെ ചിക്കുണ്ട്. എന്താ ചിക്കു എനിക്ക് പണി? ഇവിടെ സേമിയൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അറബിക് ഡെസേർട്ടായിട്ടുള്ള നവാബി സമായിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 2 ടീസ്പൂണ് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആവണം. ഇതാകുമ്പോൾ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിൽ നിന്ന് ഫുൾ ഇടണ്ട, നമുക്കിത് ലെയർ ആക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാട്ടോ അതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടോ. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് 1/2 ലിറ്റർ പാല് അതേ പാനിൽ തന്നെ എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് പാല് ചൂടായി വരുമ്പോൾ നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കണം കേട്ടോ. നല്ല കുറുകി കട്ടിയായിട്ട് വരണം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അപ്പം തന്നെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി. ഡെക്കറേഷന് വേണ്ടി നമ്മുടെ ഇഷ്ടത്തിന് എന്താ കയ്യിൽ വെച്ചാൽ അതൊക്കെ ഇടാം കേട്ടോ. ഞങ്ങൾ ഈ പുഡിങ് ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞാമ്മാൻ്റെ മോൾ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ അവളോട് റെസിപ്പിയൊക്കെ ചോദിച്ച് വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുഡിങ് നല്ലൊരു ക്രേവിങ്സ് വന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിൽ വന്നത് ഈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.